നമസ്കാരം. പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ അല്ല ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഇത് പ്യുവർലി ഒരു വ്യക്തിയുടെ എത്രയാണോ അയാൾക്ക് അടക്കാൻ പറ്റുന്ന തുക അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾക്ക് എല്ലാ മാസവും ഒരു റെഗുലർ വരുമാനം വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയൊരു പൈസ ഒരുമിച്ച് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SIP ആണ് ഉത്തമം. ഇനി നിങ്ങളതിൽ വലിയൊരു കാശുണ്ട്, ആ കാശ് നിങ്ങൾ ബാങ്കിലിടണോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലംസമായി ചെയ്യുന്നതാണ് ഉത്തമം. ഇവിടെ നമുക്കൊരു കണക്ക് എന്നാലും നമുക്കൊന്ന് നോക്കാം, എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് റിട്ടേൺസ് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്കൊരു കണക്ക് നോക്കാം. ഇപ്പോൾ SIP ആയിട്ടും നമ്മൾ ലംസമായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ കണക്കാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒരു മാസം 10,000 രൂപ എല്ലാ മാസവും SIP ചെയ്യുന്ന ഒരാൾ, അതുപോലെ തന്നെ ഒരുമിച്ച് കിട്ടിയ ഒരു 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഒറ്റത്തവണയായിട്ട് ലംസമായി ചെയ്യുന്ന ഒരു വ്യക്തി, നമുക്കൊരു 14% റേറ്റ് ആണ് നമ്മളിവിടെ 14% ആണ് നമ്മൾ റിട്ടേൺസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. ഒരു 15 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൊത്തമായിട്ട് 18 ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് ഇയാൾ അടച്ചിട്ടുണ്ടാവുക. ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം തന്നെയായിരിക്കും ഇത് ഉണ്ടാവുക. പക്ഷെ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 15 വർഷം കഴിയുമ്പോൾ ഏകദേശം ഒരു 62 ലക്ഷം രൂപ ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. നേരെ മറിച്ച് ഇയാളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 72 ലക്ഷം രൂപയോളം ഇയാളുടെ റിട്ടേൺസിനെ വളർത്താൻ പറ്റിയിട്ടുണ്ടാവും. ഒന്ന് ആലോചിക്കുക, SIP ആണ് 18 ലക്ഷം രൂപ അടക്കുമ്പോഴാണ് 62 ലക്ഷം രൂപ നമുക്ക് ടോട്ടലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇവിടെ 10 ലക്ഷം രൂപ ഒറ്റത്തവണ എടുക്കാൻ പറ്റുന്ന വ്യക്തിക്ക് മാത്രമേ ഈ പറയുന്ന ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഇതിൽ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് എടുത്തു എന്ന് പറയാം. ഇവിടെ ഏതാണ് നല്ലത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഈ SIP ആണ് അല്ലെങ്കിൽ ലംസമാണെന്ന് പറയാൻ പറ്റില്ല. ലംസമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആ കാശ് ഡേ 1 മുതൽ നിങ്ങളതിനെ വളർത്തുക. ഇനി SIP ആണ്, നമുക്ക് വലിയ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ SIP ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ലംസമായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 1-2 വർഷത്തിനുള്ളിൽ കാശിന് അത്യാവശ്യം വരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. അവിടെ നിങ്ങൾ ഹൈബ്രിഡ് പോലെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നേരെ മറിച്ച് നിങ്ങൾ ലോങ് ടേം, ഞാൻ ഈ പറഞ്ഞ ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷത്തിന് മുകളിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് ഇക്വിറ്റി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. വലിയ രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ നിങ്ങളുടെ ക്യാപിറ്റലിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും.